അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലൊരു മന്തി ഉണ്ടാക്കിയാലോ. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പൊടിച്ചു ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മല്ലി, ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി, നാരങ്ങയുടെ ചെറിയ കഷ്ണം, മഞ്ഞളും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി പൊടിച്ചതിലേക്ക് ഒലീവ് ഓയിലും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് സ്കിന്നോട് കൂടിയ ചിക്കനിലേക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. മിനിമം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. മന്തി ഉണ്ടാക്കാൻ സെല്ല ബസ്മതി റൈസ് തന്നെ ഉപയോഗിക്കുക. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം സവാള നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ക്യാപ്സിക്കവും താഴെ കൊടുത്തിരിക്കുന്ന ബാക്കി മസാലകളും 3-4 പച്ചമുളകും ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് സെല്ല ബസ്മതി റൈസ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അരി നേരത്തെ തന്നെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, പിന്നെ നോർമൽ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായി നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായി കവർ ചെയ്തിട്ട് 25 തൊട്ട് 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. സ്കിൻ അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുക്കായ ചിക്കൻ മാത്രം എടുത്തിട്ട് ഓവനിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. റൈസ് നന്നായി ഒന്ന് അടിയിൽ നിന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് സ്മോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം.